മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും അനന്തവും ലേഖയും മൂന്നാറിലെ ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അനന്തവും ലേഖയും മഹിക്കും കണ്ണനും ഒരുക്കിയിരിക്കുന്നത് ഒരു ബിഗ് സർപ്രൈസ് തന്നെയാണ്. എന്തായാലും ആദ്യത്തേത് കണ്ണനെയും മഹിയെയും ഒറ്റയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് വിടുക, അതവർ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ആ ഒരു ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരുണയാവട്ടെ ഇനി താൻ ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ദുർഗയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുമോ എന്ന് തന്നെ സംശയമാണ്. പിന്നെ കരുണയ്ക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ദുർഗയെ അറിയിക്കുന്നു. ഈ സമയം ദുർഗ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അവളുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ട അമ്മയല്ലേ, അതിൻ്റെ വേദന കാണുമെന്നൊക്കെ പറയുന്നു. എനിക്കിനി വയ്യ, മടുത്തുപോയി, ആ 3 എണ്ണം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചെകിടത്ത് ഒരുന്ന് കൊടുക്കാനാണ് തോന്നുന്നതെന്നിങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനും ആ മാർക്കോയുടെ ശല്യമില്ലാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ ഒരു ഒളിവ് ജീവിതം എന്ന നിലയ്ക്ക് അവിടേക്ക് എത്തിയിരിക്കുന്നത്. പിന്നീട് കരുണയാണെങ്കിൽ മോഹിനിയോട് വഴക്കിടുന്നുണ്ട്. അടുക്കളപ്പുറത്ത് കടന്നുറങ്ങിയവൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ തലപ്പത്താണ് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഒരു ദാമ്പത്യ ജീവിതമില്ലാത്തവൾ ഊര് തണ്ടാനായിട്ടും ചുറ്റിക്കറങ്ങാനായിട്ടും പോയിരിക്കുന്നു. ആ ഭാഗ്യമൊന്നും എനിക്കില്ല. എന്തായാലും നിങ്ങൾ സന്തോഷിക്കുക, എനിക്ക് പകരം കമലേശ്വരത്തിലേക്ക് നിങ്ങൾ പോയി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് മോഹിനിയോട് പൊട്ടിത്തെറിക്കുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായില്ലേടി, നീയും നിൻ്റെ മൂത്ത മകൾ ചേർന്ന് എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചെയ്തു കൂട്ടിയത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. സ്വന്തം കുഞ്ഞിൻ്റെ ജീവിതമാണ് ഓരോ നിമിഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധം ഇനിയെങ്കിലും വന്നാൽ കൊള്ളാം. നിങ്ങൾ കാരണം കൊണ്ടല്ലേ കരുണയുടെ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് അവൾക്ക് നഷ്ടപ്പെട്ടത്. അവൾക്ക് ഈ ഗതി വരാൻ തന്നെ നിങ്ങളാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയി തന്നെ മറുപടി കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മാർക്കോയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. അവനാണെങ്കിൽ ആ അമ്മയെ കാണാനായിട്ട് വരുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു പേടി തോന്നുന്നു. മേഘനാഥനാണെങ്കിൽ സ്ഥലത്തില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒറ്റയ്ക്കാണ് മൂന്നാറിലേക്ക് പോയിരിക്കുന്നത്. അവർക്കൊപ്പം അനന്തു ചേട്ടനുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കെന്തോ ഒരു പേടി പോലെ. ഞാനുള്ളതുപോലെ ആവില്ലല്ലോ. ഈ മേഘനാഥനാണെങ്കിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ അവനിപ്പോൾ അവർക്ക് പുറകെ വിട്ട് കാണുമോ? അതിൻ്റെ ഒന്നും ഒരു ആവലാതിയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട്. അവർ സേഫായി തന്നെ ഇരിക്കും. പിന്നെ കണ്ണനിപ്പോൾ പൂർണ്ണ ആരോഗ്യമാണല്ലോ, ഇനി എന്തെങ്കിലും ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അവൻ തന്നെ തടഞ്ഞോളും എന്നിങ്ങനെ പറയുന്നു. എന്തായാലും മാർക്കോയ്ക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ തന്നെയുണ്ട്. പിന്നീട് റെഡിയായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് മൂന്നാറിൽ നല്ല മലമുകളിലേക്കൊക്കെ തന്നെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ലേഖയോടും അനന്തുവിനോടും യാത്ര പറഞ്ഞ് കീയൊക്കെ കൊടുത്ത് അവരാണെങ്കിൽ യാത്ര പുറപ്പെടുന്നുണ്ട്. മേഘനാഥൻ എന്ന വിഷജന്തു അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്നറിയാതെയാണ് കണ്ണനും മഹാലക്ഷ്മിയും ആ ഒരു യാത്ര തുടർന്നു പോകുന്നത്. എന്തായാലും കണ്ണനും മഹിയും ചേർന്ന് മൂന്നാറിലെ ഒരു നല്ല മലനിരയ്ക്ക് മുകളിൽ തന്നെ കയറുന്നുണ്ട്. എന്നിട്ട് അവർ ഒറ്റയ്ക്കുള്ള ഒരുപാട് ഫോട്ടോസും മറ്റും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുകയാണ്, ഇവിടെ നമ്മൾ തിരിച്ചറിയാൻ ആരുമില്ല, ഇത് മൂന്നാറല്ലേ, നമുക്കറിയുന്ന ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് നടക്കാമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ മൂന്നാറാണ്, അല്ലാതെ മറ്റ് രാജ്യമൊന്നുമല്ല, അതുകൊണ്ടേ ഇവിടെയും നമുക്കറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയാണ് മഹി. സാരല്ല, ഉണ്ടെങ്കിലും കണ്ടോട്ടെ, എപ്പോഴായാലും ഞാൻ നടന്നു തുടങ്ങിയ വിവരം എല്ലാവരും അറിയേണ്ടതല്ലേ, ശത്രുക്കൾ ആദ്യം അറിയേണ്ടത് മാത്രം. പിന്നെ എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമാണോ, തന്നോടൊപ്പം കൈപിടിച്ച് നടക്കാനായിട്ട് കഴിഞ്ഞല്ലോ, ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹിയും ചേർന്ന് ഒരു മലയ്ക്ക് അറ്റത്തേക്ക് പോയി അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കണ്ണനോട് മഹി പറയുന്നുണ്ട്, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കളികളൊക്കെ കളിച്ചാലോ, എന്ത് കളിയാണ് തനിക്കിഷ്ടം, ഒളിഞ്ഞ് കളിക്കാം, അതായത് കണ്ണു പൊത്തി കളിക്കാം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ആ മലയുടെ അറ്റത്ത് വെച്ച് തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ ആ ഒരു പണ്ടത്തരം ചെയ്യുന്നു. കണ്ണനെ കണ്ണ് കെട്ടി തൻ്റെ അരികിലേക്ക് വരാനായിട്ട് പറയുകയാണ്. എന്നിട്ട് മഹി ഒളിയുന്നുണ്ട്. ഈ സമയം കണ്ണനാണെങ്കിൽ കണ്ണ് കാണാനാവാതെ ഒരു മലയുടെ അറ്റത്തേക്കാണ് പോകുന്നത്. എന്തായാലും മേഘനാഥനാവട്ടെ റൂമിലിരുന്ന് ബോറടിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങാമെന്ന് കരുതുകയാണ്. അവനാണെങ്കിൽ ഫുൾ ഫിറ്റാണ്. അങ്ങനെ മേഘനാഥൻ വണ്ടിയെടുത്ത് ഇവർ പോയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ മേഘൻ
കണ്ണനും മഹാലക്ഷ്മിയും ഉള്ളിടത്തേക്ക് എത്തുകയാണ്. എന്തായാലും തൊട്ടപ്പുറത്ത് തന്നെ കണ്ണനും മഹിയും ഉണ്ടെന്നറിയാതെ അവനാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ കണ്ണന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് വേഗം തന്നെ അവൾ കണ്ണനെ രക്ഷിക്കുകയാണ്. കാരണം കണ്ണൻ ആ കൊക്കയിലേക്ക് വീഴാനായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയെയും നമ്മുടെ കണ്ണനെയും മേഘനാഥൻ കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ.